ഹലോ നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും കവീസ് ഹോം മേക്കിങ്ങിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പ അല്ലെങ്കിൽ കൊള്ളി കൊണ്ടൊരു പുട്ടാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമുക്ക് കാണാം. അപ്പോൾ കൊള്ളിപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കൊള്ളി നന്നായി കഴുകി വൃത്തിയാക്കി, തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി വെക്കുക. അതിൻ്റെ കണക്കൊന്നുമില്ല, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൊള്ളി എടുക്കാം. ഇത് നമുക്ക് നന്നായി ചിരകിയിട്ട് അല്ലെങ്കിൽ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പം ഞാനത് ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ അങ്ങനെ നൂല് പോലെ കനം കുറച്ചിട്ട് ചിരകി എടുക്കുക. ഈ ചീസൊക്കെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുമല്ലോ, അങ്ങനത്തെ ഗ്രേറ്ററിലിട്ടിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഈ കൊള്ളി അല്പം വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി കഴുകുക. കഴുകിയതിന് ശേഷം ഇതിലിപ്പോൾ ഒരു കട്ടുണ്ടാവുമല്ലോ, കൊള്ളിക്കൊരു കട്ടുണ്ട് പറയും, അത് നന്നല്ല കഴിക്കേണ്ടത് എന്നാണ് പറയുക. കട്ടോട് കൂടിയിട്ട് കൊള്ളി വയറിന് നന്നല്ല എന്നാണ് പറയുക. അപ്പോൾ ഞാനിത് നന്നായി കഴുകി ഊറ്റിയിട്ട് നന്നായി പിഴിഞ്ഞ് വെള്ളം നന്നായി കളഞ്ഞിട്ട് എടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ കൊള്ളി നന്നായി കഴുകിയിട്ടുണ്ട്. എന്നിട്ട് ഊറ്റിയിട്ട് കൈ കൊണ്ട് നന്നായി പിഴിഞ്ഞ് വെള്ളം നന്നായി കളഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടുകയാണ്. ഇപ്പം ഞാൻ കൊള്ളിയിലത്തെ വെള്ളമൊക്കെ നന്നായി ഊറ്റിക്കളഞ്ഞ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൊള്ളിയിൽ വെള്ളമൊന്നുമില്ല, അത്യാവശ്യം നന്നായി തന്നെ വെള്ളം പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം കളഞ്ഞിട്ട് പിഴിഞ്ഞെടുത്തപ്പോൾ ഒരുവിധം കട്ട കുത്തിയ പോലെയൊക്കെ ചിലയിടത്ത് ഇരിക്കുന്നുണ്ടാവും. അതൊക്കെ നമ്മൾ നന്നായി ഉലർത്തിയിടുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഇനി ഇതിലേക്ക് നമ്മൾ കൊള്ളി നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിലൊരു നനവുണ്ടാവും. നമ്മളിത് ഇങ്ങനെ തന്നെ പുട്ടായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കട്ട പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ആ നനവൊന്ന് വലിഞ്ഞ് ഈ കൊള്ളി നന്നായി ഒന്ന് ഉലർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, പുട്ടുപൊടി, അത് ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഇപ്പോൾ 1 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് ചേർക്കില്ല, ഇത്തിരീശ ഇട്ടിട്ട് നമ്മൾ നന്നായി പുട്ടിൽ യോജിപ്പിച്ച്, പുട്ടിലല്ല കൊള്ളിയിൽ യോജിപ്പിച്ച് ഇളക്കിക്കൊണ്ട് ഇരിക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം കൺസിസ്റ്റൻസി നമുക്ക് അറിയാമല്ലോ. ഇപ്പോൾ പുട്ടിൻ്റെ കൺസിസ്റ്റൻസി ഒരു ഉലർന്നിട്ട് എന്നാൽ നമ്മൾ ഒരു കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി വെക്കുമ്പോൾ അത് ഷേപ്പായിട്ട് കിട്ടും. ആ ഒരു രീതിയിലാണ് പുട്ടിൻ്റെ പൊടി നമ്മൾ നനച്ചെടുക്കേണ്ടത്. ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു കൊള്ളിയുടെ ചീകി എടുത്തതും അതെ ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇത്തിരീശയായിട്ട് പുട്ടുപൊടി ചേർക്കേണ്ടത്. പുട്ടുപൊടി ചേർക്കണതിന് ഒരു കണക്കൊന്നുമില്ല. ഇപ്പോൾ ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ കൂടുതൽ കൊള്ളി എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ 1 കപ്പ് ചിലപ്പോൾ മതിയാവില്ല, ചിലപ്പോൾ 1 കപ്പ് വേണ്ടി വരില്ല. അപ്പോൾ അതിന് നമ്മൾ ആ ഒരു കൊള്ളിക്ക് ഉലർന്ന് വരാൻ എത്രത്തോണ്ട് അരിപ്പൊടി വേണമോ അത്രയ്ക്ക് ചേർക്കുക. ഇപ്പം ഞാൻ 1 കപ്പ് മുഴുവനായിട്ട് ചേർത്തിട്ടില്ല, ഒരു 1/4 ഭാഗം ബാക്കിയുണ്ടായിരുന്നു. അപ്പോഴേക്കും തന്നെ ഇതിപ്പോൾ ദേ കണ്ടില്ല, ഇങ്ങനെ ഉലർന്ന് വരുന്നുണ്ട്. ഈ ഒരു കണക്കിന് നമുക്ക് ഉലർന്ന് കിട്ടിയാൽ മതി. ഇപ്പം നമ്മുടെ കപ്പപ്പുട്ടിൻ്റെ പൊടി നനച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പുട്ടുണ്ടാക്കാം. ഞാൻ പോയി ചിരട്ടപ്പുട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു മോൾഡിലാണത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യത്തിന് നാളികേരം വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ പൊടി ഉണ്ടല്ലോ, കപ്പയും പൊടിയും കൂട്ടിയിട്ടുള്ള ആ ഒരു മിശ്രിതം അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് സാധാരണ പോലെ തന്നെ നമ്മൾ എങ്ങനെയാണോ പുട്ട് വേവിച്ചെടുക്കണേ ആ ഒരു രീതിയിൽ പുട്ട് വേവിച്ചെടുക്കുക. അപ്പം ഞാനൊരു കുക്കറിൽ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് വെള്ളം നന്നായി തിളച്ച് ആവി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് നമ്മുടെ പുട്ടും കുറ്റി വെക്കുകയാണ്. ഇനി ഇത് നല്ലൊരു ആവി വന്നിട്ട് സിമ്മിലിട്ടിട്ട് വേവിക്കുക. നല്ല ആവി വന്നതിന് ശേഷം സിമ്മിലിടുക കേട്ടോ. എന്നിട്ട് കപ്പ നന്നായി വേവിക്കുക. അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ കപ്പപ്പുട്ട് അല്ലെങ്കിൽ കൊള്ളിപ്പുട്ട് റെഡിയാവും. അപ്പോൾ നമ്മുടെ കൊള്ളിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ കണ്ടോ നമ്മൾ ഇങ്ങനെ കമിഴ്ത്തി ഇടുമ്പോൾ അത് ആ ഷേപ്പിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇതിപ്പോൾ എങ്ങാനും നമ്മൾ ഉണ്ടാക്കിയ പുട്ട് വെന്തിട്ടില്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിൽക്കില്ല, അത് പൊടിഞ്ഞു പോകും. അപ്പോൾ അത് കറക്റ്റ് ഷേപ്പിലിരിക്കുന്ന കാരണം ഇത് വെന്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം നമ്മുടെ നല്ല ആവി പറക്കണ കപ്പപ്പുട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കപ്പയുടെ കൂടെ എപ്പോഴും ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം കഴിക്കണം എന്ന് പറയും. അപ്പം നമുക്കിതിൻ്റെ കൂടെ വേണമെങ്കിൽ മീൻ കൂട്ടാൻ, കപ്പയും മീൻ കറിയും ഭയങ്കര പ്രശസ്തമായിട്ടൊരു കോമ്പിനേഷനാണല്ലോ. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ മീൻ കറി വേണമെങ്കിൽ കൂട്ടാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ചെറുപയർ കറിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. ചെറുപയർ കറിയുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലുണ്ട്, നിങ്ങൾ പോയി കാണുക, ഉണ്ടാക്കി വെക്കുക. അപ്പോൾ കണ്ടില്ലേ വളരെ സോഫ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കൊള്ളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് കവീസ് ഹോം മേക്കിംഗ്. ബൈ.